ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് പൈയുടെ ഒരു അപ്ഡേറ്റ് കാണുന്നു, മാക് ചെയിൻ, അതുപോലെ തന്നെ ടെലഗ്രാം ബോട്ടിൽ ഒന്ന് രണ്ട് ടൈം ഫാം, അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോയിൽ നമുക്ക് എത്രത്തോളം അത് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ബിനാൻസിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, ബിനാൻസിൽ ഇത് മാക്സിമം പൈ ടോക്കൺ ലിസ്റ്റ് ആകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ പൈയുടെ വന്നിട്ട് USDT അല്ലെങ്കിൽ USDC പെയറിൽ ഇത് ലിസ്റ്റ് ആകും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു $1.5 സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്, നല്ലൊരു വാല്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ടോക്കൺ ഹോൾഡ് ചെയ്യുന്നവർ ഹോൾഡ് ചെയ്യുക. സെല്ല് ചെയ്തവർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായി കാണും. എങ്കിലും ടോക്കണിൻ്റെ വില കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം ടോക്കൺ അധികം മൈഗ്രേറ്റ് ആകുന്നില്ല, ഇപ്പോൾ വന്നിട്ട് ബൾക്കായിട്ട് ഇത് റിലീസ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ ഒത്തിരി യൂസ് കേസ് എല്ലാം ഇനി മാർച്ച് 14 കൂടിയൊക്കെ അവർ അനൗൺസ്മെൻറ്റ് വരും. അപ്പോൾ എന്തായാലും ടോക്കണിൻ്റെ വില കൂടും, ഹോൾഡ് ചെയ്യുക. അപ്പോൾ പിന്നെ വന്നിട്ട് കണ്ട ഒരു അപ്ഡേറ്റാണ് മാക് ചെയിൻ. മാക് ചെയിനിൽ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. മാക് ചെയിനും വന്നിട്ട് പാവ്സ് ടെലഗ്രാമിൽ നിന്ന് പുറത്ത് വന്നതുപോലെ മാക് ചെയിനും പുറത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ പിന്നെ വന്ന ഒരു അപ്ഡേറ്റാണ് ഈ കാണുന്ന ഓവർ പ്രോട്ടോക്കോളിൽ വന്നിട്ട് പുതിയൊരു എയർ ഡ്രോപ്പ് പോലെ ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓവർ പ്രോട്ടോക്കോളിൽ സ്റ്റാക്കിംഗ് റിവാർഡ് കിട്ടുന്നത് പോലെ തന്നെ കുറച്ച് അലോക്കേഷൻസ് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ അനൗൺസ്മെൻറ്റ് വന്നെങ്കിലും ആ സൈറ്റ് പ്രോപ്പർലി ഒരു വർക്കിംഗ് അല്ല. അത് വർക്കിംഗ് ആകുന്നതിനനുസരിച്ച് ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്തിടും. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കിവി ബ്രോഷർ പ്രവർത്തനം അവസാനിക്കുന്നു, അതുകൊണ്ട് മൈസസ് ബ്രോഷറിലേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മൈൻ ചെയ്യുകയും വിഡ്രോ കൊടുക്കുകയും ചെയ്ത സൂ ടോക്കൺ വന്നിട്ട് ബിറ്റ്കിറ്റ് എക്സ്ചേഞ്ചിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ബിറ്റ്കിറ്റിലെ എക്സ്ചേഞ്ചിൽ നിങ്ങൾ നോക്കുക. നാളെയാണ് ലിസ്റ്റിംഗ്. വലിയൊരു റേറ്റൊന്നും വരാൻ സാധ്യതയില്ല, സപ്ലൈ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് മടങ്ങി ടെലഗ്രാമിലേക്ക് പോകാം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഷെയർ ചെയ്തിരുന്ന ഒന്നാണ് സിഗ്മ എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ട്. ഈ സിഗ്മയിലും അതുപോലെ തന്നെ ടൈം ഫാമിലും ചെറിയ അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ സിഗ്മയിൽ വന്നിട്ട് നമ്മൾ എത്രത്തോളം ടോണിൻ്റെ ട്രാൻസാക്ഷൻ നടത്തി അതിനനുസരിച്ച് നമുക്കൊരു പോയിൻ്റ് കിട്ടുമായിരുന്നു. എനിക്ക് 5900 അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇതിൽ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ വന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഏണിങ്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇത് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏണിൻ്റെ ഓപ്ഷനുണ്ട്. ഇതിൽ എല്ലാ ദിവസവും ഡെയിലി നിങ്ങൾക്ക് വേണമെങ്കിൽ 0.1 ടോൺ കൊടുത്ത് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെക്ക് ഇൻ എല്ലാ മണിക്കൂറിലും ക്ലെയിം ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ക്ലെയിം 5 പോയിൻ്റ്. അപ്പോൾ ഇത് 5 പോയിൻ്റ് എനിക്ക് ക്ലെയിം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഹോമിൻ്റെ പേജാണ്. പിന്നെ ടാസ്കുകൾ, കുറേ ടാസ്കുകൾ കാണുന്നുണ്ട്. ടാസ്കുകൾ നിങ്ങൾ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അത്യാവശ്യം ലിസ്റ്റിംഗ് സാധ്യതയുള്ള ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ ഡൂ നോട്ടിൻ്റെ ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക, ഇതിലൊരു കോംബോ ഉണ്ട്. ഞാനത് ഇടാനും വിട്ടുപോകുന്നുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ കോംബോ മസ്റ്റായിട്ട് ചെയ്യുക, നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകുക. അതുപോലെ പിന്നെ വന്നിട്ട് ടൈം ഫാം, നമ്മൾ കുറച്ച് നാൾ മുമ്പ് മൈനിങ് ആരംഭിക്കുകയും ലിസ്റ്റിംഗ് വളരെ അടുത്ത് തന്നെ ഉണ്ടാകുകയും പോകുകയും ചെയ്യുന്ന ഒന്നാണ് ടൈം ഫാം. അതുപോലെ ആൾറെഡി അതിൻ്റെ ഒരു കോയിൻ ലിസ്റ്റഡ് ആണ്. അപ്പോൾ വന്നിട്ട് അതിലെന്താണ് അപ്ഡേറ്റുകൾ എന്ന് നോക്കാം. ഇപ്പോൾ ടൈം ഫാം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ആൾറെഡി ഡെയിലി ഉള്ള ടാസ്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പുതുതായിട്ട് കുറച്ചുകൂടി ടാസ്കുകൾ എല്ലാ ദിവസവും നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. ആക്ടിവിറ്റി ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു നമ്മുടെ ആക്ടിവിറ്റി ചെക്ക് നടക്കുന്നുണ്ട്. ഇതിൽ വന്നിട്ട് എത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, ഡെയിലി ലോഗിൻ, അതുപോലെ തന്നെ സ്കോർ ബൈയിങ്, ഫ്രണ്ട് ഇൻവൈറ്റ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ സെക്കൻഡ്, അതുപോലെ തന്നെ വാച്ച് അപ്ഗ്രേഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ പിന്നെ സ്റ്റാക്കിംഗ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വന്നിട്ട് ടോട്ടൽ റിവാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. ഇതിൽ റൂൾസ് പറയുന്നത് ഇത് വന്നിട്ട് ഒരു $1000 അല്ല $10,000 ഒരു പ്രൈസ് പൂളാണ്.
അപ്പോൾ ഇതിൽ വന്നിട്ട് ഫസ്റ്റ് പ്രൈസ് $1000, പിന്നെ $500, $300, 100, 25 അങ്ങനെ കുറേ ഡോളറിൻ്റെ ഗീവ് അവേ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടാസ്കുകൾ അവർ പറയുന്നത് കംപ്ലീറ്റ് ടാസ്ക് മിനിമം 10 എണ്ണമെങ്കിലും ചെയ്യണം, ഡെയിലി ലോഗിൻ്റെ 1 എണ്ണമെങ്കിലും ചെയ്യണം, ബൈ ഫ്രം സ്കോർ 20 ടോക്കണെങ്കിലും ആയിരിക്കണം, ഇൻവൈറ്റ് ഫ്രണ്ട്സ് 3 ഫ്രണ്ട്സ് 3 വരെയെങ്കിലും റെഫർ ചെയ്തിരിക്കണം, മാക്സ് വന്നിട്ട് 33. അപ്പോൾ ഒരു ടിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും സെക്കൻഡ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്ഗ്രേഡ് വാച്ച് 3, ഇത് 3 ആണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് ഏൺ എന്ന് പറയുന്ന ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാക്കിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ സ്റ്റോർ അതുപോലെ തന്നെ ട്രാൻസ്ഫർ സെക്കൻഡ് ഇതിൽ നോക്കുമ്പോൾ ഈ സ്റ്റോർ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 0.5, 0.1 ടോൺ, 1 ടോൺ അങ്ങനെ കൊടുത്ത് ബൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ബൈ ചെയ്യാൻ കഴിയുന്നുള്ളവർ ബൈ ചെയ്യുക. കൺഫേം ഇത് ലിസ്റ്റാകും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ പോയിൻ്റുകൾ നമുക്ക് വേറൊരാളിന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മുടെ ID. ഈ ID കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. പക്ഷേ അതിനും 1 ടോൺ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് 1 ടോൺ ബൈ ചെയ്യണം. ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് എലിജിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഇത് കൺഫേം ലിസ്റ്റിംഗ് ആണ്. 1 ബില്യൺ ആണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വാലറ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും. ഇപ്പോൾ വിഡ്രോ ഓപ്ഷൻ ഓപ്പൺ അല്ല, കാരണം ഞാനിതിൽ 1 ടോൺ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യാൻ കഴിയുന്നുള്ളവർ നിങ്ങൾ ചെയ്യുക. അത്യാവശ്യം ടോക്കൺസ് ഉണ്ട്, നിങ്ങൾ നല്ലവണ്ണം സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ ഈ ഒരു വർക്ക് ചെയ്യുക. ഈ പ്രോഗ്രാം അവസാനിക്കുന്നത് വന്നിട്ട് 3/1/2025 ഇതിൻ്റെ പ്രൈസ് പൂള് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുള്ളവർ മാക്സിമം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതിൽ ലീഡർ ബോർഡിലൊക്കെ നോക്കുമ്പോൾ കുറേ പേരുണ്ട്. 5000 ഇതൊക്കെ പോയിൻ്റ് നേടിയവരുണ്ട്. ലാസ്റ്റ് ഇതിൽ നോക്കുമ്പം 120, 100 വരുമ്പോഴത്തേക്ക് വന്നിട്ട് 120 ഒക്കെ ഉള്ളൂ. അപ്പോൾ ആൾറെഡി എനിക്ക് വന്നിട്ട് ഒരു 30-35 ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇതിനകത്ത് കയറുവാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് മാക്സ് ചെയിനിൽ വന്നിട്ട് ടെലഗ്രാമിൽ നിന്ന് പുറത്തു വരികയാണ്. ഇത് ഏത് നിമിഷവും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ടെലഗ്രാം ഇവരെ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ടോക്കണൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ടോക്കൺസ് കണ്ടിന്യൂസ്ലി ക്ലെയിം ചെയ്യുക. ഇത് വന്നൊരു ഫാമിംഗ് പ്രോജക്റ്റാണ്. ഇത് ടെലഗ്രാമിൽ ഇപ്പോൾ വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ നമുക്ക് നോക്കാം. മാക്സ് ചെയിനിൽ വന്നിട്ട് കണ്ടിന്യൂസ്ലി ഇതിൽ അനൗൺസ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 6 മണിക്കൂറിന് മുമ്പ് ഒക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റുകൾ വരികയാണ്. പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു അനൗൺസ്മെൻറ്റാണിത്. ഈ അനൗൺസ്മെൻറ്റിൽ ഇവർ പറയുന്നത് മാച്ച് കോയിൻ മൂവിങ് ക്വസ്റ്റ് ഈസ് മൂവിങ് ആക്ഷൻ റിക്വയർഡ്. ഈ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. വി ആർ ലോഞ്ച് എ ന്യൂ വെബ് വെർഷൻ ഓഫ് മാച്ച് ചെയിൻ ക്വസ്റ്റ്. ഇവർ പുതിയൊരു വെർഷൻ ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ചിലർ ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്നത് നമ്മൾ ടെലഗ്രാം വഴി സൈൻ ഇൻ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം മാക്സ് ചെയിൻ ID സെക്യൂർ ചെയ്യണം. അതുപോലെ സബ്മിറ്റ് യുവർ അക്കൗണ്ട് എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ചെക്ക്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ്ലി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ലിങ്ക് ഞാൻ ആൾറെഡി ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രോം ബ്രൗസറിലും വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഈ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഈ പേജ് ഓപ്പണായി വരുന്ന ലോഗിൻ വിത്ത് ടെലഗ്രാം എന്ന് പറഞ്ഞ് ഇവിടെ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ വിത്ത് ടെലഗ്രാം വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൺട്രി ഇവിടെ കാണും. അത് കഴിഞ്ഞ് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നത്, ഈ ടെലഗ്രാം ആക്സിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് അല്പം ഒന്ന് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക.
അപ്പോൾ ഞാൻ ടെലഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ടെലഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ടെലഗ്രാം സെർച്ച് ചെയ്യുക. ഈ ടെലഗ്രാം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ഈ ടെലഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടെലഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഫെബ്രുവരി 14 സ്ക്രോൾ ചെയ്യുക. അത് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഈ കൺഫേം എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. കൺഫേം എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ കാണും യു ആർ സക്സസ്ഫുള്ളി ലോഗിൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മടങ്ങി പോകാം. അപ്പോൾ മുമ്പോട്ടുള്ള പ്രോസസ്സ് ഇത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ട ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സെൻട്രലായിട്ട് കാണുന്ന ഈ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇൻസ്റ്റാൾ ചെയ്തിടുക. കാരണം ഇത് ടെലഗ്രാമിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇത് റിമൂവ് ചെയ്യപ്പെടാം. ഇടയ്ക്ക് ഇത് വർക്കിംഗ് ആകാതിരുന്നു. ഇപ്പോൾ നമ്മളെ ഇത് ഇപ്പോൾ പ്രോപ്പർ വർക്കിംഗ് ആകുന്നുണ്ട്. ഇത് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം പ്രോപ്പർലി ഇത് ലോഗിങ് ആകും. ചെറിയ എന്തോ ഇഷ്യൂസ് ഇത് കാണിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആഡ് ടു ഹോം സ്ക്രീൻ നിങ്ങളിത് മസ്റ്റായിട്ട് ചെയ്തിടുക. ഇവിടെ നമുക്ക് ഇപ്പോൾ തന്നെ എല്ലാ 8 മണിക്കൂറിലും നമ്മൾ ഫാമിംഗ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫാമിംഗ് ചെയ്യാൻ കഴിയും. എനിക്കൊന്ന് ചെറിയ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസോ അതല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന റഷ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തിടുക. കാരണം ടെലഗ്രാമിൽ നിന്ന് ഈ മിനി ആപ്പ് ഡിസപ്പിയർ ആയാലും നമുക്ക് ഇവിടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അവസാനമായിട്ട് മാക്സിനിൽ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആൾറെഡി ഒരു വാലറ്റ് കണക്ട് ചെയ്തായിരുന്നു, ബിറ്റ്ഗേറ്റ് വാലറ്റ് കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ വാലറ്റ് കണക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുക. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇവിടെ കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബിറ്റ്ഗേറ്റ് ചെക്ക് ചെയ്യുക, നമ്മുടെ വാലറ്റ് കണക്റ്റ് ആണോ എന്നുള്ളത്. ഞാൻ ആൾറെഡി കണക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വാലറ്റ് കണക്റ്റഡ് ആണോ. കണക്റ്റ് ആണ് എങ്കിൽ നമുക്ക് അവിടെ നമുക്കിത് കാണാൻ കഴിയും, കണക്ഷൻ ഫെയിൽഡ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റീട്രൈ ചെയ്തിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നമ്മുടെ കണക്റ്റ് ആണോ വാലറ്റ് എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. വീണ്ടും വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ആൾ മെയിൻ നെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണും. ഈ ആൾ മെയിൻ നെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മേളിലെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ടോക്കൺ മാക്സിൻ ഇവിടെ ആഡ് ആണോ എന്ന് നോക്കുക. ഇത് BP20 ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇവിടെ മാക്സിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ മാക്സിൻ്റെ ടോക്കൺ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ ഒത്തിരി വീണ്ടും നീണ്ടുപോയി. ഇതിൻ്റെ ഞാൻ ടോക്കൺ അഡ്രസ്സ് മറ്റു കാര്യങ്ങളെല്ലാം ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാനേജ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടോക്കൺ ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏർണിങ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ എൻ്റെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.